വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. പതിവ് പോലെ ഇന്ന് ഖുർആൻ മത്സരമുണ്ട്. രണ്ട് ചെറിയ കുട്ടികളും ഒരു യുവാവിൻ്റെയും ഖുർആൻ മത്സരമാണ്. അതിന് മുൻപ് നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. കണ്ണൂരുള്ള ഫവാസ് എന്ന പേരുള്ള യുവാവ് ദുബൈയിലായിരുന്നു താമസം. നാട്ടിലേക്ക് ഇപ്പോൾ ഈ ഒരു റമദാനായിട്ട് പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടി പെട്ടിയൊക്കെ കെട്ടി എല്ലാം റെഡിയാക്കിയിട്ട് പടച്ചോൻ്റെ ഒരു കലാവ് നോക്ക്, എല്ലാം റെഡിയാക്കിയൊരു മനുഷ്യൻ പൊടുന്നനെ മരണപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. വീട്ടിൽ ആ മകനെ കാത്തിരിക്കുന്ന ഉപ്പ ഉമ്മ സഹോദരങ്ങൾ കേൾക്കുന്നൊരു വാർത്ത, ഇത്തവണ നോമ്പിനും പെരുന്നാൾ ആഘോഷിക്കാനും തൻ്റെ പ്രിയപ്പെട്ട മകൻ ജീവനോടെ വരില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന കണ്ണൂർ ഭാഗത്തുള്ള ആളുകളൊക്കെ അറിഞ്ഞൊരു സംഭവമായിരിക്കാം. അള്ളാഹു ആ യുവാവിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. നമ്മൾ എത്രയൊക്കെ പ്രതീക്ഷിച്ചാലും നമ്മൾ എത്രയൊക്കെ ആഗ്രഹിച്ചാലും പടച്ച റബ്ബ് നമുക്ക് നൽകിയ ഒരു കഥ ഉണ്ട്, ഒരു വിധിയുണ്ട്. ആ ദിവസം വരെ ഉള്ളൂ. വീട്ടുകാർ എത്ര താല്പര്യത്തോടെയാവും ഈ ഒരു പെരുന്നാളിന് നോമ്പ് തുറ, ഇഫ്താർ, പെരുന്നാൾ ആഘോഷം, അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. ഇപ്പോൾ മയ്യത്ത് നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാണ് എത്താന്ന് എനിക്കറിഞ്ഞൂടാ. നമ്മുടെ വീഡിയോ കാണുന്ന കണ്ണൂർ ഭാഗത്തുള്ള ആളുകൾക്ക് ഒരു പക്ഷെ അറിയുന്നുണ്ടാവും. ദുആ ചെയ്യുക, എവിടെ വെച്ച് മരണപ്പെടുകയാണെങ്കിലും അത് ഈമാനോട് കൂടി മരണപ്പെടുക എന്നുള്ളത്. ഈ റമദാൻ്റെ ഒരു മാസമാണ്. വിവാഹിതനാണോ ഈ ഫവാസ്? വിവാഹിതനാണോ എന്ന് എനിക്കറിയില്ല. ഫാമിലി ഒന്നിച്ചിട്ടാണോ ദുബായിൽ താമസിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതൊരു വലിയ ചിന്ത ഉണ്ടാക്കി എൻ്റെ ഉള്ളിൽ. കാരണം തൊട്ടടുത്തൊരു നിമിഷം നമ്മൾ പെട്ടിയും കെട്ടി വീട്ടിലേക്കുള്ള വിളിച്ചു പറഞ്ഞ് ഉമ്മ ഉപ്പ ഞാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരാൾ ആ മണിക്കൂറുകളെ ഇനി ഫ്ലൈറ്റിൽ കയറാനുള്ളൂ. പക്ഷേ വന്നത് അസറായിലാണ് നമ്മൾ. എന്നാൽ ചില ആളുകൾ സ്വന്തമായിട്ട് കിട്ടിയ ലൈഫിലെ ജീവിതം പല കാരണങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് കാണാം. കൊല്ലം മഞ്ചലിൽ ഇന്നലെ 41 വയസ്സുള്ള റഫീഖ് എന്ന പേര് യുവാവ്, ഒരു കുട്ടി അവർക്കുണ്ട്. ഇവൻ്റെ ഭാര്യ കഴിഞ്ഞ ഫെബ്രുവരി 16 റമദാൻ്റെ തൊട്ട് മുൻപ് ഞാൻ ആ വാർത്ത കണ്ടിരുന്നു. ബസ്സിൽ വെച്ചിട്ട് 3/4 പവൻ്റെ ഒരു മാല, ചെറിയൊരു കുട്ടിയുടെ മാല പിടിച്ചു പറിച്ചിട്ട് അറസ്റ്റിലായി. മോഷണം, ബസ്സിൽ അങ്ങനെ പല മോഷണങ്ങളും നടക്കലുണ്ടല്ലോ. അപ്പോൾ ഈ ഭാര്യ പലതവണ മോഷണം നടത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ ഇതിന് ആദ്യമായിട്ട് പോലീസ് പിടിച്ചു. ആദ്യമായിട്ടൊന്നുമല്ല, മുൻപ് പലപ്പോഴും രക്ഷപ്പെട്ട് വരലാണ്. അങ്ങനെ പിടികൂടിയപ്പോൾ ഇവരുടെ മുന്നിൽ ഒരു മാർഗ്ഗമില്ല, ആകെ നാണക്കേടായി. റഫീഖിൻ്റെ തല ഉയർത്തി നടക്കാൻ വയ്യ. ഭാര്യ കേസിലകപ്പെട്ടപ്പോൾ ഒടുവിൽ ഇന്നലെ പെട്രോള് മേലാകം കൊണ്ട് ഒഴിച്ചിട്ട് ആ വിലപ്പെട്ട ജീവനം കണ്ട് കത്തിച്ചങ്ങോട്ട് കളഞ്ഞു. റഫീഖ് മരണത്തിന് കീഴടങ്ങി. ഒരു ഭാഗത്ത് പടച്ചോൻ അനുഗ്രഹിച്ച നമ്മുടെ ലൈഫ് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ പടച്ചറബ് കൊണ്ടുപോകുമ്പോഴുള്ളൊരു ഞെട്ടൽ ആ വീട്ടുകാർക്ക് മാറിയിട്ടില്ല. ഇവിടെ അള്ളാഹ് നൽകിയൊരു ജീവിതം ആ മകനെ ഭാര്യ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് തല ഉയർത്തി നടക്കാൻ കഴിയാതെ റഫീഖ് കടുംകൈ ചെയ്തത്. മനുഷ്യൻ്റെ രണ്ട് അവസ്ഥകൾ ആലോചിച്ച് നോക്കിയും, രണ്ടും റമദാൻ മാസത്തിലാണ്. നമ്മുടെ കയ്യിലല്ല ഈ ലൈഫ് ഉള്ളത്. നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റൂല ഇത് അവസാനിപ്പിക്കാൻ. കാര്യം തുടങ്ങിയത് നമ്മളോട് ചോദിച്ചിട്ടല്ല. രണ്ടുപേർക്കും അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. റമദാനിൽ നമ്മൾ ദുആ ചെയ്യുക, അതാണ് നമ്മുടെ മുന്നിലുള്ളൊരു മാർഗ്ഗം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന, വിസാൽ മീഡിയ കാണുന്ന ഈ കുടുംബത്തിലുള്ള എല്ലാവരും റമദാൻ മാസത്തിന് അങ്ങേയറ്റം പവിത്രമായിട്ട് കാണുന്ന ആളുകളാണ്. നമ്മൾ ഇന്നൊരു ദിവസം ഖുർആൻ്റെ മത്സര വീഡിയോ ഇടേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ ആ മത്സരം ഉണ്ട് ഇൻഷാ അല്ലാഹ്. 10 വയസ്സിൽ താഴെയുള്ള 2 കുട്ടികളുടെയും ഒരു യുവാവിൻ്റെയും ഖുർആൻ മത്സരമാണെന്നുള്ളത്. അതോടൊപ്പം നമ്മൾ ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മളെല്ലാവരും ഒരു കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുക. കുടുംബം, ഞാൻ ആ കണ്ണൂരിലുള്ള ഫവാസിൻ്റെ വീട്ടുകാരെങ്ങനെ ആലോചിച്ചു. അപ്പിമ്മയൊക്കെ നമ്മുടെയൊക്കെ കുടുംബങ്ങളൊക്കെ പലരും പ്രവാസികളുണ്ടല്ലോ. ഒരു പക്ഷേ അവിടുത്തെ ഒരു ടെൻഷൻ, അവിടുത്തെ ലൈഫ് സ്റ്റൈല്, ഇതൊക്കെ ആണ് ഈ ഗൾഫുകാരുടെ ഈ മരണത്തിനൊക്കെ ഒരു പ്രധാന കാരണം. നമ്മളെപ്പോലെ രാത്രി 10 മണിക്ക് കിടന്നുറങ്ങിയിട്ട് രാവിലെ 6 മണിക്ക് എണീക്കണ ശീലമില്ലല്ലോ. നൈറ്റ് ലൈഫാണ് ഏറ്റവും ഉണ്ടാവുക. പിന്നെ സ്ട്രെസ്സ് ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പ്രവാസികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന പ്രവാസികൾ, കുടുംബക്കാർ പരമാവധി അവരെ ടെൻഷനാക്കാതെ അവരെപ്പോഴും ഹാപ്പി ആക്കിയിട്ട് അവരെപ്പോഴും നല്ല കെയർ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പരമാവധി ശ്രമിക്കണം. കാരണം നമ്മുടെ പ്രിയപ്പെട്ട ജീവനാണ്. ഒരുപാട് ജീവിതങ്ങളാണ് ആ ജീവനിലുള്ളത്, ഒരൊറ്റ ജീവിതമല്ല. അത് വളരെ ശ്രദ്ധിക്കുക. തൊട്ടുപുറത്ത് കിട്ടിയ ലൈഫ് നശിപ്പിക്കുന്ന ഒരാൾ അള്ളാഹു ആ ഒരു മനോവിഷമത്തിലാവും പുറത്തു കൊടുക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖുർആൻ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. തൃശ്ശൂർ പട്ടിത്തടത്ത് നിന്ന് അബ്ദുൽ ബാസിത്ത്. والسابعات سبعا فالسابقات سبقا فالمدبرات أمرا يوم
يتبعها الرادفة قلوب يومئذ واجفة أبصارها خاشعة يقولون أئنا لمردودون في الحافرة 6 വയസ്സാണ് ഈ പൊന്നുമോൻ്റെ പ്രായം. വളരെ നന്നായിട്ട് ഖുർആൻ ഓതിയിട്ടുണ്ട്. മറ്റൊന്ന് കാസർഗോഡ് നിന്ന് ഷെഫീഖ് എന്നൊരു യുവാവ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الأبرار لفي نعيم وإن الفجار لفي جحيم يصلونها يوم الدين وما هم عنها بغائبين وما أدراك ما يوم الدين ثم ما أدراك ما يوم الدين يوم لا تملك نفس لنفس شيئا والأمر يومئذ لله. മറ്റൊന്ന് കായംകുളം, ആലപ്പുഴ ജില്ലയിലെ കായംകുളം നിന്ന് അഹദിയ ത്വഹ എന്നൊരു 8 വയസ്സുകാരി. تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعطينا لهم عذاب السعير. ഇവിടെ എല്ലാവരുടെയും ഖുർആൻ പാരായണം ഇൻഷാ അല്ലാഹ് ഒരു ശരാശരി ഉണ്ട്. ഇനിയും മെച്ചപ്പെടാനുണ്ട്. പിന്നെ അവരുടെ പ്രായം, എന്നാലും അവർ മത്സരത്തിൽ പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് എൻട്രികൾ വരുന്നുണ്ട്. പലതും വളരെ അത്രയും താല്പര്യത്തോടെയാണ് അവർ ഈ ഖുർആൻ മത്സരത്തിന് അയക്കുന്നത്. വലിയ കാര്യങ്ങളായിട്ടോ തജ്വീദിൻ്റെ വലിയ നിയമങ്ങൾ അറിയുന്നവരൊന്നുമല്ല. വളരെ സന്തോഷത്തിൽ ഇന്നൊരു ഉമ്മ എന്നോട് വിളിച്ച് പറഞ്ഞ സന്തോഷമുണ്ട്. കണ്ണൂർ പയ്യന്നൂരിൽ നിന്ന് ആയിഷുമ്മ എന്ന് പേരൊരു ഉമ്മ ഒരു 5 ദിവസം കൊണ്ട് അവർ ഒരു ഖത്തമ് പൂർത്തിയാക്കി എന്നുള്ളതാണ്. ഖുർആൻ്റെ ഒരു ഖത്തമ് അവർ പൂർത്തിയാക്കി. ഇപ്പോൾ ഈ ഖുർആൻ മുഴുവൻ ഓതിയിട്ട് എനിക്ക് വിളിച്ചിട്ട് പറയണത് എന്തിനാണെന്നറിയോ? അവർക്ക് ഖുർആൻ, കാരണം 10-57 വയസ്സുണ്ട് അവർക്ക് ഓതിയിട്ട് വീഡിയോ അയക്കാനൊന്നും വയ്യ. സന്തോഷം പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അത് നിങ്ങളോട് പറയാൻ കാരണം ഇത് നമുക്ക് വലിയൊരു അത്ഭുതവും പ്രചോദനവുമാണ്. അങ്ങനത്തെ ഉമ്മമാരാണ് നമ്മുടെ വീഡിയോ കാണുന്നത്. ഒരു വീഡിയോ പോലും മുടങ്ങാതെ ഉമ്മ കാണലുണ്ട്. മത്സരത്തിനൊന്നും അയക്കാൻ അവർക്ക് വയ്യ എന്ന് പറയാനാണ് എനിക്ക് വിളിച്ചത്. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുകയാണ്, അങ്ങനെയും ആളുകൾ ഖുർആൻ ഓതുന്ന അത്ഭുതപ്പെടുത്തുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് വലിയൊരു സന്തോഷം ഉണ്ടാക്കണം. റമദാൻ 20-ന് മുൻപ് അയക്കുന്ന എൻട്രികൾ മാത്രമേ സ്വീകരിക്കുള്ളൂ. റമദാൻ, അതായത് ഫെബ്രുവരി 20 അല്ല മാർച്ച് 20 എന്നല്ല, റമദാൻ 20-ാമത്തെ നോമ്പിന് മുൻപ് അയക്കുന്ന എൻട്രികൾ നമ്മൾ സ്വീകരിക്കുള്ളൂ. ഇൻഷാ അല്ലാഹ് പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഈ ഓതിയ 3 കുട്ടികളുടെ ഖുർആൻ പാരായണത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ വേണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.